നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഗോകുൽ, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ അവർ ഉപദ്രവിച്ചോ? ഒന്നുമില്ലടാ, ഇതൊരു ജയിലാണല്ലോ, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കാണും. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എന്തിനാടാ? ഇത്രയും ദിവസം എന്നെ തിരക്കാനും അന്വേഷിക്കാനും നീ മാത്രമല്ലേ ഉള്ളൂ. നിന്നോട് ഞാൻ എന്തിനാടാ ദേഷ്യപ്പെടുന്നേ? നിന്നെ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ല. നീ എന്നോട് ക്ഷമിക്കണം. ഒന്ന് പോടാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എനിക്കത് മതിയടാ. നീ എന്റെ വീട്ടിൽ പോയിരുന്നോ? അമ്മ എന്തും വലിയ വിഷമത്തിലായിരിക്കും അല്ലേ? അതെ, അച്ഛൻ നല്ല ദേഷ്യത്തിലാ. നീയാണിത് ചെയ്തതെന്ന് ഉറപ്പിച്ച മട്ട. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എല്ലാം എന്റെ പ്രവൃത്തിയുടെയാ. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് എന്റെ മഞ്ചാടി പോലും വിശ്വസിച്ചില്ല. നീ വിഷമിക്കാതെ. എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരും. അതിന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. അവിടെ വെച്ച് നമ്മുടെ മാനേജർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ആ ജീവൻ രാജ് ഒരു ഫോൺ അന്വേഷിച്ച് വന്നിരുന്നു. അയാളുടെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. ഫോണോ? അങ്ങനെ ഒരു ഫോൺ തിരക്കി ഇത്രയും ദിവസത്തിന് ശേഷം വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഗോകുലിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് ഇതുവരെ സാധിച്ചില്ല. എന്നാൽ ഈ വിവരം ഒരുപക്ഷെ അയാൾക്ക് അനുകൂലമായി മാറിയാലോ എന്നൊരു സംശയം. അതെ സർ. പക്ഷേ ആ ഫോൺ കിട്ടിയാലല്ലേ കാര്യം അറിയാൻ പറ്റൂ. അതിന്റെ കാര്യത്തിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിലെ റൂം ബോയായ ബിജുക്കുട്ടന്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അവനവിടെ അന്വേഷിച്ച് ചെല്ലണമെങ്കിൽ ആ ഫോണിൽ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അതെ, അന്ന് അവനൊരു ഫോൺ ഉപയോഗിച്ച് മഞ്ചാടിയുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പൊ അതാണ് കാര്യം. ആ ബിജുക്കുട്ടനെ ഉടനെ കണ്ടെത്തണം. അവന്റെ കയ്യിലാവും ആ ഫോൺ. എടാ, ബിജുക്കുട്ടനോ? അവൻ നമ്മുടെ നാട്ടിലുള്ളതാ. ഞാൻ പല സമയത്തും അവനെ സഹായിച്ചിട്ടുള്ളതാ. ഞാൻ കോവളത്തുള്ള കാര്യം ആരോടും പറയില്ലെന്നും അവനെനിക്ക് വാക്ക് തന്നാ. അപ്പൊ അവനെ തപ്പി കണ്ടെത്തിയാ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിൽ ജീവന്റെ തനി സ്വഭാവം പുറത്തു വരുന്ന വിഷ്വൽസ് ഉണ്ടാവാതിരിക്കില്ല. എടാ, ഞാൻ പുറത്തു വരുന്നത് മാത്രമല്ല കാര്യം. അവൻ എന്റെ മഞ്ചാടിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ആ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി നീ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ മനസ്സിൽ അവളെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണല്ലേ? അവളെ ഞാൻ മറക്കോടാ. അങ്ങനെ സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. നിനക്കിവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. അത് നിന്നെ കാണുമ്പോഴേ അറിയാം. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒപ്പം രഘുവേട്ടനും സെല്ലുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതെനിക്കറിയാം. എന്തൊക്കെയോ വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അവർക്ക്. പിന്നെ ഗോകുൽ, രഘുവേട്ടൻ നിന്നോട് എന്തെങ്കിലും? നീ ചോദിച്ചതെന്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ രഘുവേട്ടൻ അങ്ങനെ ഒരാളൊന്നും അല്ല. കുടുംബത്തിനെയും കൂടപ്പിറപ്പുകളെയും ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടാ, രഘുവേട്ടൻ എന്നോടുള്ള ദേഷ്യം മഞ്ചാടിയോടുള്ള സ്നേഹമാ. അതൊക്കെ ശരിയാ. പക്ഷെ നീ സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ഞാൻ ബിജുക്കുട്ടനെ കണ്ടെത്താം. ഒരുപക്ഷെ അതോടെ ഈ പ്രശ്നം അവസാനിക്കും. എടാ, നീ അമ്മയെ കണ്ട വിഷമിക്കില്ലെന്ന് പറയണം. എനിക്കിവിടെ ഒരു സങ്കടമില്ലെന്നും പറയണം. ശരിയടാ, ഞാൻ ഇടയ്ക്ക് വരാം.